ഇറ്റ്സ് എ ബ്രസീലിയൻ കംബാക്ക്. അടിച്ചമർത്തലുകളിൽ പെട്ട് താഴ്ന്നു പോയി വീണ്ടും ഉയർത്തെഴുന്നേറ്റ ആന്റണിയുടെ കഥ. 2022 ലോകത്തെ ഏറ്റവും ബെസ്റ്റ് റൈറ്റ് വിങ്ങറിൽ ഒരാളായിരുന്നു അയാക്സിന്റെ ആന്റണി. കാലഘട്ടത്തിൽ അയാക്സ് ആണെങ്കിൽ UCL വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ ചുവന്ന ചെകുത്താന്മാർ അയാക്സിന്റെ റൈറ്റ് വിങ്ങറെ നോട്ടമിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ 2022 ഓഗസ്റ്റ് 30 അയാക്സിൽ നിന്നും 81 മില്യൺ യൂറോസ് കൊടുത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആന്റണിയെ സ്വന്തമാക്കി. വൻ പ്രതീക്ഷകൾ വെച്ചായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആന്റണിയെ വരവേറ്റത്. പക്ഷേ പുതിയൊരു തട്ടയത്തിലെത്തിയപ്പോൾ ആന്റണിക്ക് അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ട് പല കളിയാക്കലുകളുടെ കാലമായിരുന്നു ആന്റണിക്ക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്ത ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്നിവരെ ആരാധകർ ചൂണ്ടിക്കാട്ടി. ഇൻസ്റ്റാഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന് ട്രോൾ. പിന്നീടാകട്ടെ ടെൻ ഹാഗിന്റെ കീഴിൽ അവസരമില്ലായി. 2 സീസണുകളിലായി വെറും 11 ഗോളുകൾ മാത്രമാണ് ആന്റണിക്ക് നേടാൻ സാധിച്ചത്. ഈ ബ്രസീലിയന് ഇതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാവാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പടികൾ ഇറങ്ങി റിയൽ ബെറ്റീസിലേക്ക് ജോയിൻ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഓരോ മത്സരത്തിലും ഇതുവരെ കണ്ട ആന്റണി ബെറ്റീസിനായി ആദ്യത്തെ 3 മത്സരങ്ങളിലും മൊമെന്റം. റൈറ്റ് നോ റിയൽ ബെറ്റീസിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സിൽ ഒരാളാണ് ആന്റണി. ബെറ്റീസിൽ ചേർന്നതിന് ശേഷമുള്ള മത്സരങ്ങളിൽ വിനീഷ്യസിനെക്കാട്ടി കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ആന്റണിക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു ബ്രസീലിയൻ